നല്ല ഭംഗിയുള്ള സാരിയല്ലേ ഈ സാരി നമ്മൾ വെട്ടാൻ പോകുക കേട്ടോ. ബ്ലാക്കിൽ ഈ ഗ്രീൻ കളർ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് വെട്ടിയിട്ട് ഒരു പാറ്റേൺ ഡ്രസ്സാണ് ചെയ്യേണ്ടത്. കൊച്ചിനോട് ഉച്ചയ്ക്ക് 3 മണിയൊക്കെ കഴിയുമ്പോൾ പോരാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ തുണി എടുത്തിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നാൻസിയുടെ അവസ്ഥ ഭയങ്കര ദുരിതമാണ്. പെറ്റിടക്കുന്ന പട്ടിയുടെ അവസ്ഥയാണ്. എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ പിടിച്ച് കടിക്കും. അതുകൊണ്ട് ഞങ്ങളൊക്കെ പയ്യനെ സംസാരിക്കാറില്ല ഇപ്പം. കാരണം കൈവിട്ട് നിൽക്കുവാണ്. കംപ്ലീറ്റ് പ്രഷറാണ്. അവിടുന്ന് എവിടുന്ന് ഒക്കെ ആൾക്കാർ ഞങ്ങളെന്തായെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. നാൻസി മറുപടി പറഞ്ഞു മടുത്ത്. ആടി സൂപ്പർ. ഇതാരൊക്കെയാണ്? കള്ള അടിപൊളിയാട്ടാ. ഞാൻ ഒന്നും കൂടി വരച്ചേക്കേ. അതിനിടയ്ക്ക് ആൻറ്റീനെ ഡിസ്റ്റർബ് ചെയ്യില്ലേ മോളെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ആൻറ്റിയുടെ കാലിൻ്റെ ചോട്ടിൽ കിടന്ന് തന്നെ പടമൊക്കെ വരയ്ക്കണം. അങ്ങനത്തെ കുറേ ഇരുന്ന് വരയ്ക്കാനുണ്ട്. പിന്നെ ശല്യമില്ല കേട്ടോ. സമാധാനത്തിലിരുന്ന് ഇങ്ങനെ വരച്ചൊക്കെ നടപ്പുണ്ട് ആൾ. അങ്ങനെ നമ്മുടെ ഈ സാരി വെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു പാനൽക്കട്ടും അന്ന് വൈകുന്നേരം കൊടുക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് തയ്ച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ വന്നു. എല്ലാം സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടുകാരികളാട്ടോ, അവർക്കും ബ്ലൗസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാരി ഇതേ ഡ്രസ്സായി മാറിയിട്ടുണ്ട്. ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാണ് നാൻസി പറഞ്ഞത്. എനിക്ക് കാണാൻ പറ്റില്ല. ആ സമയത്തേക്ക് ഞാൻ എങ്ങോട്ടേക്ക് പോയി കളഞ്ഞു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാരിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആരെങ്കിലും സാരി വാങ്ങിയിട്ട് ഇതുപോലെ തയ്ക്കാന്ന് വിചാരിക്കേണ്ട. ഭയങ്കര പടം തയ്ച്ചെടുക്കാനായിട്ട്. അത് മെറ്റീരിയലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൈക്ക് വഴങ്ങുന്ന തുണിയാണെങ്കിൽ കുഴപ്പമില്ല.